ഇന്ന് ഫെബ്രുവരി 1 ദിവസത്തിൻ്റെ പ്രത്യേകത അറിയായിരിക്കും അല്ലേ. ഇന്ന് യൂണിയൻ ബഡ്ജറ്റ് 2021-22 ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസമാണ്. സോ ഇന്ന് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചു, CAക്ക് പഠിക്കുന്ന കുട്ടികൾ, സാർ കമ്പനി ലോയിൽ ഒരു മാറ്റം ഉണ്ടെന്നൊക്കെ കേട്ടല്ലോ, അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എന്തായാലും പരീക്ഷിക്കുന്നത് ആപ്ലിക്കബിൾ അല്ല, അത് അടുത്ത വർഷവും അത് ഇനി ആക്ട് അമെൻഡ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാലേ പറ്റൂ, എങ്കിലും ഒരു ആകാംക്ഷയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഫ്ലയർ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിസർച്ച് ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ട് CARX എന്ന് പറയുന്ന ഒരു സംരംഭത്തിൽ അതിൻ്റെ ഒരു ഫ്ലയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം കുറേ പേര് ചോദിച്ചു അതൊരു വീഡിയോ എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ വൈകിട്ട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ ചൂടായിട്ട് കിട്ടുമല്ലോ, ഇന്നത്തെ ടോപ്പിക്കല്ലേ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂണിയൻ ബഡ്ജറ്റ് 2021-22 കമ്പനി ലോ കാര്യങ്ങൾ മാത്രം അല്ലേ. അല്ല ടാക്സോ മറ്റുള്ള ഡെവലപ്മെൻറ്റ് കാര്യങ്ങളോ അതിൻ്റെ മറ്റുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങളൊന്നും അല്ല സാറ് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ പ്യൂർലി ഇൻറ്റൻഷൻ ഇസ് ടു ചാർട്ടേഡ് അക്കൗണ്ട് സ്റ്റുഡൻസിന്, എൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിനും അതുപോലെയുള്ള ഫൈനൽ സ്റ്റുഡൻസും ഓൾ കേരളയിലും ഇന്ത്യക്ക് പുറത്തുള്ളവരും എൻ്റെ യൂട്യൂബ് കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് കേൾക്കാൻ പാടില്ല എന്നല്ല, പക്ഷേ അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ള അവരെ സിലബസിനെ ബേസ് ചെയ്തിട്ട്. സോ ദിസ് വീഡിയോ ഈസ് ഫോർ CA സ്റ്റുഡൻസ് ഓൾ ടുഗദർ ഇൻ കേരള, മൈ സ്റ്റുഡൻസ് എസ്പെഷ്യലി. ബഡ്ജറ്റിനെ കുറിച്ച് കേട്ട് കാണുമല്ലോ, ഓവറോളായിട്ട് കേട്ട് കാണും. ഒരുപാട് ഡെവലപ്മെൻറ്റ്, കോവിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് മാറ്റേഴ്സിന് ഒത്തിരി അലോക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സൗത്ത് സ്റ്റേറ്റ്സിൽ കുറച്ചുകൂടി ഫണ്ട് അലോക്കേഷൻ പ്രോജക്ട്സ്, കൊച്ചി മെട്രോ എന്നൊക്കെ നിങ്ങൾ എല്ലാം കേട്ട് കാണുന്ന എല്ലാ ന്യൂസിലുണ്ട്. കമ്പനി ലോ മാറ്റേഴ്സ് ആണെന്ന് സംസാരിക്കാൻ പോകുന്നത്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ കമ്പനി ലോ മാറ്റേഴ്സ് പ്രത്യേക അമെൻമെൻറ്റ് വഴിയാണ് വരുന്നത്. കമ്പനീസ് ബില്ല് വരും, പിന്നെ അമെൻമെൻറ്റ് ആക്ട് വരും. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ട്രെൻഡ് പലയിടത്തും കണ്ടെന്നുണ്ടെങ്കിൽ ചില അമെൻമെൻറ്റ്സ് കയറി വരുന്നത് ഫിനാൻസ് ബില്ല് വഴിയാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷവും അതുപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ അമെൻമെൻറ്റ്സ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഏതിലാണ്? ഫിനാൻസ് ബില്ല് തന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹോണറബിൾ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ സ്പീച്ചിൽ തന്നെ അനൗൺസ് ചെയ്യും. അത് പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു പുതിയതെന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ആദ്യം പറഞ്ഞോളട്ടെ. പിന്നെ പറയേണ്ട ഇൻട്രഡക്ഷൻ, ഇതെൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോ സ്ഥാപനവുമായിട്ടോ ഇതിന് ബന്ധമില്ല. അത് സ്റ്റാറ്റ്യൂട്ടറി ഡിസ്ക്ലെയിമറാണ്. 3 നേരത്തെ പറഞ്ഞു, ഇത് CA കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ടോക്കാണ്, വെബിനാർ ഇതിനെക്കുറിച്ച്, ബഡ്ജറ്റിനെ കുറിച്ച്. മനസ്സിലായില്ലേ? പിന്നെ എല്ലാവർക്കും അറിയാം ഇത് പ്രൊപ്പോസൽസ് ആണ്. ഇത് പിന്നെ ഡെലിബറേഷൻസ് ചിലപ്പോൾ ഇനി ഉണ്ടാവാം, ചിലപ്പോൾ അതിൽ ചില മാറ്റങ്ങളുണ്ടാവാം. ഇത് ജസ്റ്റ് പ്രൊപ്പോസൽസ് ആണ്. അപ്പോൾ കമ്പനി ലോ മാറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ലോ മാറ്റേഴ്സ് ആണ്. അത് ബഡ്ജറ്റിലെ ലോ മാറ്റേഴ്സിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആ ലോ പറയുമ്പോൾ CA ഫൈനലിസ്റ്റ് കുട്ടികളും കൂടെ ഇത് കേൾക്കുന്നതുകൊണ്ട് തന്നെ പറയാം. കമ്പനി ലോ മാറ്റർ തുടങ്ങുന്ന മുമ്പ് ആദ്യം സെബിയിൽ തുടങ്ങാം. സെബി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾക്ക് അറിയാം. സെബി ആക്ട് 1992 ഉണ്ട്, SCRA ആക്ട് 1956 ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്പോസിറ്ററീസ് ആക്ട് 1996 ഉണ്ട്, പിന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റി ആക്ട് 2007. ഇങ്ങനെ ഇത്രയും നിയമങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളെ പലയിടത്തും ഓവർലാപ്പിങ്. ഞാൻ തന്നെ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ സെമിനാർ സെഷൻസിലും ട്രെയിനിങ് സെഷനിലും പറയാറുണ്ട്. സെബി ആക്റ്റും അതുപോലെ സ്കാറയിലെ ചില കാര്യങ്ങൾ ഓവർലാപ്പ് ചെയ്ത് വരാറുണ്ട് ചിലപ്പോൾ. അതുപോലെ തന്നെ LODR എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വരും. അപ്പോൾ അതുകൊണ്ട് നൗ ദി ഗവൺമെൻറ് ഇന്നത്തെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് സെബി ആക്ട്, ഡെപ്പോസിറ്ററീസ് ആക്ട്, അതുപോലെ തന്നെ SCRA ആക്ട്, സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ടും, പിന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആക്ടും, ഈ എല്ലാ ആക്ടും കൂടെ കോഡിഫൈ ചെയ്തുകൊണ്ട് ഏകീകരിച്ചുകൊണ്ട് സെക്യൂരിറ്റീസ് മാർക്കറ്റ് കോഡ് SMC എന്ന് പുതിയൊരു കോഡ് വരുന്നുണ്ട്. അത് DTC അറിയാലോ, ഡയറക്ട് ടാക്സ് കോഡ് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പിന്നെ IBC, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് പറഞ്ഞു. അതുപോലെ ആയിരിക്കാം ഇനി വരുന്ന. ഇതെല്ലാം കൂടെ കോഡിഫൈ ചെയ്തുകൊണ്ട് ഒറ്റ നിയമമായിട്ട് കൊണ്ടുവരുന്നു. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് വെൽക്കമിങ് സ്റ്റെപ്പ്. എസ്പെഷ്യലി അക്കാഡമിക് സെക്ടറിലുള്ളവർക്കും നല്ലതാണ്. പലതും പല വർഷങ്ങൾ ഉണ്ടാക്കിയതെല്ലാം കൂടി ചേർത്ത് പുതിയത് വരും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇതാണ് ആദ്യത്തെ ഒരു കാര്യം ലോയിൽ പറയാനുള്ളത്. ഇത് CA ഫൈനലിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ്. CA ഫൈനലിൻ്റെ കോർപ്പറേറ്റ് അതർ ലോസിൽ ബാധിക്കുന്ന കാര്യമാണ്. ഇനി മൈ ഡിയർ, ഇനി പറയാൻ പോകുന്നത് കമ്പനി ലോ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ പോയിന്റ്, ഇന്നത്തെ ഹോണറബിൾ മിനിസ്റ്റർ പറഞ്ഞ പോയിന്റ്, സാധാരണ രീതിയിൽ നമ്മൾ ഇത് പൊതുവേ ബഡ്ജറ്റിൽ ഇങ്ങനെ പറയുന്ന പോലെയല്ല, അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ കമ്പനീസ് ആക്ട് 2013 കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള, അത്ര സീരിയസ് അല്ലാതെ അല്ലെങ്കിൽ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ എന്താണ് പ്രൊസീജിയറൽ ടെക്നിക്കൽ കോമ്പൗണ്ടിങ് കാര്യങ്ങൾക്കുള്ള ഡീക്രിമിനലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ജയിൽ ശിക്ഷ ഉണ്ടാകത്തില്ല, പെനാൽറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പ്രക്രിയ കംപ്ലീറ്റ് ചെയ്ത്, അതിൻ്റെ പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് മിനിസ്റ്റർ ഇന്നത്തെ ബഡ്ജറ്റ് സ്പീച്ച് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതല്ല എൻ്റെ ന്യൂസ്. എന്താണ് അടുത്ത അനൗൺസ്മെൻറ്റ്? ഇതേപോലെ ഡീക്രിമിനലൈസേഷൻ കമ്പനീസ് ആക്ട് 2013 ചെയ്തതുപോലെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് LLPയിലും LLP ആക്ട് 2008 ഇതുപോലെ അവർ കൊണ്ടുവരാൻ പോകുന്നു എന്നാണ്, സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ് അടുത്ത ന്യൂസ്. അപ്പോൾ ഇതാണ് നമ്മളെ മാറ്റർ, നമ്മളെ ഏരിയയിൽ ആദ്യത്തെ പ്രപ്പോസൽ, ഇന്നത്തെ ബഡ്ജറ്റ് പ്രപ്പോസൽ ഇതാണ്. ടു ഡീക്രിമിനലൈസ് LLP ആക്ട് സെയിം ലൈക്ക് വാട്ട് വി ഹാഡ് ഡൺ ഇൻ കമ്പനീസ് ആക്ട് 2013. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2,
പ്രപ്പോസൽ സെക്ഷൻ 2 ക്ലോസ് 85 മാറ്റം വരുത്താൻ പോകുന്നത്. സ്മോൾ കമ്പനിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 ക്ലോസ് 85 ഡിഫൈൻ സ്മോൾ കമ്പനി. നിങ്ങൾക്കറിയാം സ്മോൾ കമ്പനി എന്ന് പറയുന്ന ത്രെഷോൾഡ് ലിമിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അത് സ്മോൾ ആണോ അല്ലെങ്കിൽ വലിയ കമ്പനിയാണെന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിൽ സ്മോൾ കമ്പനിയെ സംബന്ധിച്ചുള്ള ഒത്തിരി എക്സംഷൻസ് കമ്പനീസ് ആയിട്ട് ഇൻബിൽറ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവരെ കുറച്ചുകൂടി സ്കോപ്പ് കൂട്ടാനായിട്ട്, അപ്പോൾ സ്മോൾ എൻ്റർപ്രണേഴ്സിനെയും കൊച്ചു കമ്പനികൾക്കും കുറച്ചുകൂടി സ്കോപ്പ് കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്മോൾ കമ്പനിയുടെ വ്യാപ്തി നമ്മൾ കൂട്ടി. ഡെഫിനിഷനിൽ തന്നെ 2 ക്ലോസ് 85 തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ എന്താണ് ബ്രാക്കറ്റ്സ് നമ്മൾ കൂട്ടുന്നു. അതിൽ ആക്ച്വലി ഉണ്ടായിരുന്നത് 50 ലക്ഷം ആണ് ഒരു ബ്രാക്കറ്റ് ട്രിഗർ ഉണ്ടായിരുന്നത്. ക്യാപിറ്റലാണെങ്കിൽ 50 ലക്ഷം എന്നുള്ളതാണ്. ആ 50 ലക്ഷം ഇപ്പോൾ അതിന് മാറ്റിക്കൊണ്ട് 2 കോടി വരെയാക്കി. അപ്പോൾ ഇനി മുതൽ 2 കോടി വരെ ക്യാപിറ്റലുള്ള കമ്പനികളെ ഇനി മുതൽ സ്മോൾ കമ്പനിയായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതുപോലെ തന്നെ ടേൺ ഓവറിൻ്റെ ബേസിസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. 2 കോടിയായിരുന്നു ടേൺ ഓവർ കേസസിൻ്റെ മാക്സിമം ലിമിറ്റ് പറയുന്നത്. ആ 2 കോടി ഭയങ്കരമായിട്ട് മാറ്റി. എൻ്റെ അഭിപ്രായത്തിൽ 20 crores ആയിട്ട് മാറ്റി. അപ്പോൾ 2 ക്രൈറ്റീരിയയാണ് ട്രിഗറാണുള്ളത് സ്മോൾ കമ്പനിയെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട്. ഒന്ന് ക്യാപിറ്റൽ ബേസ്ഡ്, അത് 50 ലക്ഷം നിന്നും 2 കോടിയാക്കി. പിന്നെ ടേൺ ഓവറാണ്, അത് 2 കോടി ഉണ്ടായിരുന്നു, അതിപ്പോൾ മാറ്റി 20 കോടിയാക്കി. ദാറ്റ് മീൻസ് മോർ കമ്പനീസ് ക്യാൻ നൗ ബി കാറ്റഗറൈസ്ഡ് as സ്മോൾ കമ്പനീസ് സോ ദാറ്റ് ദേ ക്യാൻ എൻജോയ് ദ പ്രിവിലേജസ് ആൻഡ് എക്സംഷൻസ് ഗിവൺ ടു സ്മോൾ കമ്പനീസ് ഇൻ ദ കമ്പനി സൈറ്റ്. അഗെയിൻ എ വെൽക്കമിങ് സ്റ്റെപ്പ്. സ്മോൾ കുറച്ച് വലുതായി വരുന്നു എന്നർത്ഥം അല്ലേ. ഗുഡ്. മൂന്നാമത്തത്, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നൊരു വീഡിയോ വെച്ചിട്ട് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു അല്ലേ. OPC കുറിച്ച് ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച എന്തോ ഇട്ടതേ ഉള്ളൂ, ഒരു ടോക്ക് ഇട്ടത് വളരെ ഹിറ്റായ ഒരു വീഡിയോ ആയിരുന്നു. OPC കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിമിത്തമായിരിക്കാം അല്ലേ ഇന്നത്തെ ബഡ്ജറ്റ് സ്പീച്ചിൽ ഹോണറബിൾ ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്തിരിക്കുന്ന 1-2 മെയിൻ കാര്യങ്ങൾ OPC ബന്ധപ്പെട്ടാണ്, നമ്മുടെ സിലബസ് ബന്ധപ്പെട്ടതാണ്. 2 ക്ലോസ് 62 ഡെഫിനിഷൻ. പക്ഷേ OPCയിൽ മെയിനായിട്ട് അട്രാക്ട് ചെയ്യാൻ ഞാൻ എൻ്റെ വീഡിയോ തന്നെ നിങ്ങൾ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞു ഈ OPC എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകൾക്ക് നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്, വെഹിക്കിളാണെന്ന് പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നത്തെ യൂണിയൻ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. OPCകളെ സ്റ്റാർട്ടപ്സിന് അട്രാക്ട് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സിന് അവരുടെ സംരംഭങ്ങൾ OPC ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് കുറച്ചുകൂടി അട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് OPCയിൽ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ, OPC നിങ്ങൾ അറിയാലോ ഒരു പരിധിക്ക് മുകളിൽ വളരാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അത് ത്രെഷോൾഡ് ലിമിറ്റ് ഉണ്ട് അല്ലേ. 50 ലക്ഷം ക്യാപിറ്റലും അതുപോലെ ആവറേജ് ടേൺ ഓവർ 2 crores. ഈ ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു OPCക്ക് ഒരു ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അത് ഒരിക്കലും തന്നെ ഒരു പരിധിക്ക് മുകളിൽ പിന്നെ വളരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നല്ല വലിയ സംരംഭങ്ങൾ മനസ്സിലുള്ളവർ ഒറ്റ ആളാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ചിലപ്പോൾ OPCയിൽ അട്രാക്ട് ആവത്തില്ല. ബിക്കോസ് ദേ കനോട്ട് ഗ്രോ ബിയോണ്ട് എ ലിമിറ്റ്. നൗ ദിസ് ആക്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രപ്പോസൽ ഭയങ്കര ഇതാണ്. അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകളെയും ഇന്നോവേറ്റേഴ്സിനെയൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ പറയുന്ന ക്രൈറ്റീരിയ എടുത്തു മാറ്റാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന ത്രെഷോൾഡ് ലിമിറ്റ്സ് വന്നിട്ട് നമ്മൾ ഈ OPCക്കും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് കമ്പനിക്കും ഈ പറഞ്ഞ സംഭവങ്ങൾക്കൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് എടുത്തു മാറ്റാനായിട്ടുള്ള പ്രപ്പോസലുണ്ട്. അതിനർത്ഥം അതിൻ്റെ റിസൾട്ട് എന്താണ്, ഇറ്റ് ക്യാൻ ബി കൺവെർട്ടഡ് ഈസിലി ഇൻ ടു എ പ്രൈവറ്റ് കമ്പനി. മറ്റുള്ള ഇതര കമ്പനികളായിട്ട് അതിനെ കൺവെർട്ട് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ ഇത് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണോ എൻ്റെ OPC വീഡിയോ ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്കൊരു ക്യാപ്പ് ഉണ്ട്, OPCക്ക് ഒരു പർട്ടിക്കുലർ ക്യാപ്പ് ക്രോസ് ചെയ്ത് പോയാൽ അത് കൺവെർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആ ക്യാപ്പ് എടുത്ത് മാറ്റി സന്തോഷമായിട്ട് അത് എന്ത് ചെയ്യാം, കുറച്ചുകൂടി വളരാം. ഇല്ല അതാൻ പറയും, കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരാൻ പറ്റും. ആ ബഡ്ജറ്റ് സ്പീച്ചിന് വേണമെങ്കിൽ അത് തന്നെ വായിക്കാം കേട്ടോ. ആസ് എ ഫർദർ മെഷർ വിച്ച് ഡയറക്ട്ലി ബെനിഫിറ്റ്സ് സ്റ്റാർട്ടപ്സ് ആൻഡ് ഇന്നോവേറ്റേഴ്സ് ഐ പ്രൊപ്പോസ് എന്ന് വെച്ചാൽ മിനിസ്റ്റർ പറഞ്ഞതാണ്, ഹോണറബിൾ മിനിസ്റ്റർ പറഞ്ഞു, ഐ പ്രൊപ്പോസ് ടു ഇൻസെൻറ്റിവൈസ് എന്ന് വെച്ചാൽ പ്രോത്സാഹനം കൊടുക്കുക ദ ഇൻകോർപ്പറേഷൻ OPC ബൈ അലോയിങ് OPCs ടു ഗ്രോ വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ ഓൺ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ടേൺ ഓവർ. അപ്പോൾ അതിനർത്ഥം ആ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ത്രെഷോൾഡ് ലിമിറ്റും ടേൺ ഓവർ ത്രെഷോൾഡ് ലിമിറ്റും എടുത്ത് മാറ്റാൻ പോകുന്നു എന്നാണ് അർത്ഥം. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. രണ്ടാമത് OPCയിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ OPC കൺവെർഷൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് തന്നെ അറിയാം OPC കൺവെർട്ട് ചെയ്യണമെങ്കിൽ 2 years ഗ്യാപ്പ് ഉണ്ട്. അതിപ്പോൾ ഇല്ല. ഇനി പുതിയ വരാൻ പോകുന്ന ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ OPCs ക്യാൻ കൺവെർട്ട് ഇൻ ടു എനി ഫോം ആസ് ദെയർ ചോയ്സ് വിത്തൗട്ട് ദ ടൈം ഗ്യാപ്പ്. ഓക്കെ, ദാറ്റ്സ് അഗെയിൻ എ വെൽക്കമിങ് സ്റ്റെപ്പ്. എൻ്റെ വീഡിയോ കേട്ടോ, അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം പോലെ തോന്നും. ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതൊക്കെ OPC റെസ്ട്രിക്ഷൻ ആണെന്ന്, അതിപ്പോൾ മാറി എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാൻ പറഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് OPCക്ക് തുടങ്ങാനും അതിൻ്റെ നോമിനി എപ്പോഴും റെസിഡൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. യെസ്, പുതിയ പ്രപ്പോസലും റെസിഡൻ്റ് ആണ്. പക്ഷേ OPCയുടെ സെക്ഷനിൽ റെസിഡൻറ്റ് ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ സാധാരണ 182 days ആണ് നിൽക്കേണ്ടത് റെസിഡൻ്റ് ആവുക. അതിന് കുറച്ച് 120 days ആക്കി. ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് അല്ലേ. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡൻറ്റ് മാത്രമേ OPC രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ സംഭവിച്ചു. പക്ഷേ റെസിഡൻ്റ് എന്ന് പറയുന്ന കാറ്റഗറൈസ് ചെയ്യുന്നത് സാധാരണ 182 days ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുമ്പോഴാണ്. അതിന് കുറച്ചുകൊണ്ട് 120 days മതി. 120 daysൻ്റെ അകത്ത് നിന്നാലും അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെന്ന് പറയാം, നമുക്ക് അതിനെ റെസിഡൻ്റ് എന്ന് പറയാം. അങ്ങനത്തെ റെസിഡൻറ്റിനും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, OPC തുടങ്ങാൻ പറ്റും. വെരി വെരി വെൽക്കമിങ്. സോ റെസിഡൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ 182 daysന് തന്നെ ഒരു മാറ്റം വന്നുകൊണ്ടാണ് OPCയിൽ അത് കൊണ്ടുവന്നിരിക്കുന്നത്. എഗെയിൻ എ വെൽക്കമിങ് സ്റ്റെപ്പ്. അതിൻ്റെ കൂടെ ഏറ്റവും വലിയൊരു പോയിന്റ് ഞാൻ പറഞ്ഞു, റെസിഡൻസിന് മാത്രമേ OPC തുടങ്ങാൻ പറ്റൂ, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. യെസ്, ദാറ്റ് ഹാസ് നൗ ബീൻ റിമൂവ്ഡ് താങ്ക്സ് ടു ദ ലോ. നൗ നോൺ റെസിഡൻറ്റ് ആൾക്കാർക്കും ഇന്ത്യയിൽ OPC ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അതിനർത്ഥം വെളിയിലുള്ള സംരംഭങ്ങൾക്കും വെളിയിലുള്ള ആൾക്കാർക്ക് ഇന്നോവേറ്റേഴ്സിനും സ്റ്റാർട്ടപ്സിനും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് പോലും ഇനി മുതൽ
ഇന്ത്യയിൽ OPC ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്നുള്ളത്. OPC എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ടിനെ തന്നെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, വ്യാപ്തിയും അട്രാക്റ്റീവും ആക്കുന്നു എന്നുള്ളതാണ്. സോ നമ്മളെ ഒരു വീഡിയോയ്ക്ക് പ്രത്യേകം നിങ്ങൾ ലൈക്ക് അടിക്കണം. കാരണം എന്താണ്, ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ OPC കുറിച്ച് എത്രത്തോളം എലോബറേറ്റ് ആയിട്ട് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതാ അത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നല്ലൊരു ശതമാനം മാറ്റവും അതിൻ്റെ ഹൃദയഭാഗങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നു അല്ലേ. സോ ഹാറ്റ്സ് ഓഫ് ടു മീ അല്ലേ. ഓക്കെ, ഗുഡ്. സോ അത് പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് 1-2 പോയിന്റ്സ് കൂടെ ഉണ്ട് പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് OPCയുടെ അമെൻമെൻറ്റ്സ് ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. വരാൻ പോകുന്ന അമെൻമെൻറ്റ്സ് എന്നല്ല, വരാൻ പോകുന്ന പ്രപ്പോസൽസ് ആണ് ഡിസ്കസ് ചെയ്തത്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലേ, കമ്പനി ലോ 2013 ആക്ട് വന്നപ്പോൾ കമ്പനി ലോയുടെ മൊത്തം സിസ്റ്റംസ് മാറി. കാരണം എന്ന് വെച്ചാൽ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ NCLT കൊണ്ടുവന്നു. ആ NCLT ഫ്രെയിംവർക്ക് മൊത്തത്തിലൊന്ന് കുറച്ചൊരു സ്ട്രെങ്തൻ ചെയ്യണമെന്ന് ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഡ് സിസ്റ്റം അറിയാലോ, കോവിഡ് സമയത്തെല്ലാം ഹിയറിംഗ് ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ കോഡ് സിസ്റ്റം കൊണ്ടുവന്നു. അതുപോലെ ഡെറ്റ് റെസൊല്യൂഷൻ പ്രോസസ്സ്, MSMEയിലെ ഡെറ്റ് റെസൊല്യൂഷൻ പ്രോസസ്സൊക്കെ കുറച്ചുകൂടി സ്പീഡ് കൊടുക്കാനായിട്ടുള്ള പ്രപ്പോസൽ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ NCLT എന്ന് പറയുന്ന ഫോറവും അതിൻ്റെ നിയമ ഫ്രെയിംവർക്കും കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ ടെക്നോളജി കൂടുതലും യൂസ് ചെയ്യുന്ന പ്രപ്പോസൽ കൂടെ ഇന്നത്തെ ബഡ്ജറ്റ് സ്പീച്ചിലുണ്ട്. ലാസ്റ്റായിട്ട് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് നമുക്ക് പറയേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. MCയുടെ പോർട്ടൽ നിങ്ങൾക്കറിയാം, MCയുടെ ഓൺലൈൻ സിസ്റ്റം നിങ്ങൾക്കറിയാം, MCA 21 എന്നാണ് അതിന് പറയുന്നത്. ഈ MCA 21 എന്ന് പറയുന്നത് ഇപ്പോൾ വെർഷൻ 2ലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റ് സ്പീച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വെർഷൻ 3.0, അതായത് തേർഡ് ജനറേഷൻ MCA 21 സിസ്റ്റം പോർട്ടൽ അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നു എന്ന് പറയുന്നു. അത് ഭയങ്കര വെൽക്കമിങ് ആണ്. ഇപ്പോൾ ഒരു പ്രാക്ടിക്കലി ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നതാണ് പൊതുവെ കൊലീഗ്സൊക്കെ പ്രൊഫഷണൽസ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ ടെക്നോളജി അഡ്വാൻസ് ആവുന്നതോട് തന്നെ അത് മാത്രമല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയ ചില ഫീച്ചേഴ്സും കൂടെ ഈ MCA 21 3 വെർഷനിൽ MCA 21 വെർഷൻ 3.0 വരുമെന്നാണ് ഹോണറബിൾ മിനിസ്റ്റർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അഡീഷണൽ മോഡ്യൂൾസ് സ്ക്രൂട്ടനി, അതുപോലെ തന്നെ അഡ്ജുഡിക്കേഷൻ, കൺസൾട്ടേഷൻ, കംപ്ലയൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്ന ഇത്രയും ഫീച്ചേഴ്സ് ഒന്നുകൂടി പറയാം. അതിൻ്റെ അകത്ത് അഡീഷണൽ മോഡ്യൂൾസ് സെക്യൂരിറ്റി, സ്ക്രൂട്ടനി ഫോം ചെക്ക് ചെയ്യുന്നതിൻ്റെ ആയിരിക്കാം. അതുപോലെ തന്നെ അഡ്ജുഡിക്കേഷൻ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇൻകം ടാക്സിൽ ഫേസ്ലെസ് അസസ്മെൻറ്റ് വളരെ സക്സസ്ഫുള്ളായി. ഇന്നത്തെ ബഡ്ജറ്റിൽ അസസ്മെൻറ്റ് മാത്രമല്ല അപ്പീലിനും ഫേസ്ലെസ് അപ്പീൽ കൊണ്ടുവരാനുള്ള പ്രപ്പോസൽ വച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കൊണ്ടുവരാനായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് അഡ്ജുഡിക്കേഷൻ. പിന്നെ കൺസൾട്ടേഷൻ, അതുപോലെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൺസൾട്ടേഷൻ. പിന്നെ ഒരു കംപ്ലയൻസ് മാനേജ്മെൻറ്റ്, ആ പോർട്ടൽ മൊത്തത്തിൽ വെറും ഒരു ഫോം ഫയലിംഗ് പോലത്തെ അല്ലാത്ത രീതിയിൽ നമുക്കൊരു തിങ്ക് ടാങ്ക് തരുന്ന ഒരു കമ്പനിക്ക് കംപ്ലയൻസ് മൊത്തം പ്രോസസ്സും ഒരു സോഫ്റ്റ്വെയർ ഡ്രിവൺ ആക്കി അല്ലെങ്കിൽ വെബ് ഡ്രിവൺ ആക്കി ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലയൻസ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ കൂടെ വരുമെന്നാണ് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ഡേറ്റ അനലിറ്റിക്സ്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇതുപോലത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നോവേഷൻസും ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജിയും കൂടെ ഇൻബിൽറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള പോർട്ടലായിരിക്കും വരുന്നതാണ് പറയപ്പെടുന്നത്. എനിവേ അഗെയിൻ എ വെൽക്കമിങ് സ്റ്റെപ്പ്. അപ്പോൾ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇൻ്റർമീഡിയറ്റുകാർക്കും ഉണ്ട്, ഫൈനലുകാർക്കും ഉണ്ട് ബഡ്ജറ്റിൽ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട്. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ബുള്ളറ്റ് പോയിൻറ്റ്സ് പറയാം. ഒന്ന്, ഡീക്രിമിനലൈസേഷൻ ഓഫ് LLP ആക്ട്, ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ലോ, in the same like which we introduced in Companies Act 2013. Point number 1. Point number 2, small company definition ബ്രാക്കറ്റ് കൂട്ടി, ആ ലിമിറ്റ് കൂട്ടി. അപ്പോൾ ഒരുപാട് സ്മോൾ കമ്പനീസ് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് വരാം. അതുകൊണ്ട് അത് നല്ലൊരു കാര്യമാണ്. മൂന്നാമത്തത് OPCയിലാണ് മാറ്റം വരുത്തുന്നത്. OPCയിലാണ് ശരിക്കും നിലയിൽ മാറ്റം വരുന്നത്. സ്റ്റാർട്ടപ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയും NRI വെളിയിലത്തെ ആൾക്കാർ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയും റെസിഡൻറ്റിനെ മാത്രമേ OPC ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ള മെയിൻ ഫണ്ടമെൻ്റൽ ആയിട്ടൊരു കണ്ടീഷൻ എടുത്ത് മാറ്റി. അതുപോലെ തന്നെ ക്യാപിറ്റൽ ത്രെഷ്ഹോൾഡും ടേൺ ഓവർ ത്രെഷ്ഹോൾഡും OPC കൊണ്ടായിരുന്നു, അതെടുത്ത് കളഞ്ഞു. OPC കൺവേർട്ട് ചെയ്യാനായിട്ട് 2 വർഷം ഗ്യാപ്പും കാര്യങ്ങളും അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അതിപ്പം ഇപ്പോൾ വരാൻ പോകുന്ന പ്രപ്പോസലിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏത് ഫോമിലോട്ട് വേണമെങ്കിൽ OPCയെ കൺവേർട്ട് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ OPCയെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കി, കുറച്ചുകൂടി ഇൻവെസ്റ്ററിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, കുറച്ചുകൂടി സംരംഭകരെ, സ്റ്റാർട്ടപ്സിനെയും ഇന്നോവേറ്റേഴ്സിനെയും അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്കറിയാം, NCLT the apex body of adjudication body നമ്മുടെ കമ്പനീസ് ആക്കിൽ അവരെ കുറച്ചുകൂടി അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാനും ഫ്രെയിംവർക്ക് മൊത്തത്തിൽ റീമോഡൽ ചെയ്യാനും എസ്പെഷ്യലി കോഡ്സ് കൊണ്ടുവരാനുള്ള പ്രപ്പോസലുണ്ട്. ഫൈനലായിട്ട് പറഞ്ഞല്ലോ, MCA 21 എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഫോം ഫയലിംഗ്, കമ്പനി സൈക്കിൾ എല്ലാ ഫോംസും ഫയൽ ചെയ്യുന്നു, മാനുവൽ ഫയലിംഗ്സും ഡയറക്ടർമാർ അപ്പോയിൻറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ നടത്തുന്നത് പോർട്ടൽ വഴിയാണ്. ആ പോർട്ടലിലെ പ്രോജക്റ്റിനെയാണ് MCA 21 എന്ന് പറയുന്നത്. അതിൻ്റെ തേർഡ് വെർഷൻ 3.0 വെർഷൻ അടുത്ത ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാവും എന്നാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റ അനലിറ്റിക്സും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് ഇതുപോലത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നൂതന വിദ്യകൾ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് അതൊരു കംപ്ലയൻസ് മാനേജ്മെൻറ്റ് പോർട്ടലായിട്ട് മാറ്റാനും, പ്രത്യേകിച്ച് സ്ക്രൂട്ടനി, അതുപോലെ എഡ്യൂക്കേഷൻ, കൺസൾട്ടേഷൻ പോലത്തെ പുതിയ ഫീച്ചേഴ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇന്ന് യൂണിയൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഒരു ഏരിയ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നോവേറ്റീവായിട്ട് എനിക്കും തോന്നി. പ്രത്യേകിച്ച് ഓഫീസിൻ്റെ കേസിൽ ഞാൻ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് പ്രാക്ടിക്കലി അതിന് സ്റ്റാർട്ടപ്സിനെ കുറിച്ച് അട്രാക്റ്റീവ് ആക്കാമായിരുന്നു എന്ന് പറഞ്ഞു.
ഇന്നത്തെ ബഡ്ജറ്റിൽ ശരിക്കും നമ്മൾ സാധാരണ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ടാക്സ് പ്രപ്പോസൽസ് ആണ്. ഡയറക്റ്റ് ടാക്സിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്തൊരു കാറ്റഗറി 75+ ഇയേഴ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസന് വന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മേജറായിട്ടുള്ള മാറ്റങ്ങൾ വലുതായിട്ടില്ല. സ്റ്റാർട്ടപ്സിനെ അഗെയിൻ ഓൾറെഡി ഉണ്ടായിരുന്ന എക്സംഷൻസിനൊക്കെ പീരീഡ് കുറച്ചുകൂടി നീട്ടിക്കൊടുത്തു. ഇതാണ് മെയിനായിട്ടുള്ള സ്ട്രക്ചറലി ബേസിക് ടാക്സ് റേറ്റിലൊന്നും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. അപ്പോൾ ബിലു സാറ് ഇന്ന് എൻ്റെ പൊന്ന് CA കുട്ടികൾക്ക് വേണ്ടി ഇന്നത്തെ നടന്ന യൂണിയൻ ബഡ്ജറ്റിൽ കമ്പനി ലോ മാറ്റേഴ്സ് കുറച്ച് കൂടുതലുണ്ടായിരുന്നുണ്ട്. അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്തെങ്കിലും ഇത് പറഞ്ഞ അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇടുക, അല്ലെങ്കിൽ വാട്സപ്പിൽ വരിക. അപ്പോൾ എന്തായാലും മറ്റൊരു വിഷയവുമായിട്ട് വരാം. ഇന്നത്തെ വിഷയം യൂണിയൻ ബഡ്ജറ്റ് 2021-22 കമ്പനി മാറ്റേഴ്സ്. വേറെ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവരും ഈ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നല്ലതിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് വരിക. ഞാൻ പറഞ്ഞു, ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ അകത്തുള്ള അമെൻമെൻറ്റ്സും റൂൾസും ഒക്കെ വായിക്കുമ്പോഴേ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. മറ്റൊരു വിഷയമായിട്ട് ബിലു ബാലകൃഷ്ണൻ വരാം. സോ ബി ഹാപ്പി. വീഡിയോ നിർത്തുകയാണേ. ശരി.